ഹായ്, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ട്യൂസ്ഡേ Q&A ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും ഡേംസിലും ചോദിച്ച ചോദ്യമാണ് നമ്മൾ ട്യൂസ്ഡേ Q&A ചെയ്യുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ലക്ഷ്മി കൃഷ്ണൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനലിൽ ഇടാറ്. ഒരു ക്വസ്റ്റ്യൻ വന്നാണ്, എൻ്റെത് ഡ്രൈ സ്കിൻ ആണ്, അപ്പോൾ എനിക്ക് സെറമൈഡ് അടങ്ങിയ ഫേസ് വാഷ് അല്ലേ നല്ലതെന്ന്. നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളത് ഓയിലി സ്കിൻ ആണെങ്കിലും സെറമൈഡ് അടങ്ങിയ ഫേസ് വാഷിനേക്കാളും നല്ലത് അധികം ഫേസ് ഡ്രൈ ആക്കാത്ത ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷുകളാണ്. അത് സെറമൈഡ് തന്നെ ആവണം എന്നില്ല, ഏത് ടൈപ്പ് ആയാലും മതി. സെറമൈഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫേസ് വാഷ് നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് കൂട്ടാനോ കുറയ്ക്കാനോ പോണില്ല. പക്ഷേ അതിനകത്ത് ഒരുപാട് പതപ്പിക്കുന്ന ഇൻഗ്രീഡിയൻസ് SLSO അതല്ലെങ്കിൽ നമ്മുടെ ലാദറിങ് ഏജൻസുകൾ ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിനെ ഡ്രൈ ആക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ സ്കിൻകാരും ഓയിലി സ്കിൻകാരും കോമ്പിനേഷൻ സ്കിൻകാരും നോർമൽ സ്കിൻകാരും ഒക്കെ എങ്ങനെയാണ് ഫേസ് വാഷ് സെലക്ട് ചെയ്യേണ്ടത്? ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഫേസ് വാഷ് എടുക്കുക, അത് ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയിലുള്ള ഫേസ് വാഷ് ആണോ എന്നതിനകത്ത് അവർ എഴുതിയിട്ടുണ്ടാവില്ല. ജെൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക. കുറച്ച് ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്ക്, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഒക്കെയാണ് ഏറ്റവും നല്ലത് ജെൽ ബേസ്ഡ് ഫേസ് വാഷ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ അധികം സ്കിൻ ഡ്രൈ ആവാത്ത ആൾക്കാരുണ്ടല്ലോ, വെച്ചാൽ കുറച്ചൊക്കെ പതയും എന്നാൽ ആ പത കൊണ്ട് എന്നുകൊണ്ട് നമ്മുടെ ഫേസ് ഡ്രൈ ആവാത്ത നോർമൽ സ്കിൻകാർ, അവർക്കും ജെൽ ബേസ്ഡ് ഫേസ് വാഷ് ഫൈനാണ്. പക്ഷേ നിങ്ങളത് കുറച്ച് ഡ്രൈ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് ഫേസ് വാഷ് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് നല്ലത് ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ജെന്റിലായിട്ടുള്ള ഫേസ് വാഷസ് ആണ്. അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലുള്ള ഓയില്, നാച്ചുറൽ ഓയിലിന് അത് അധികം സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് വലിച്ചെടുക്കാൻ പോകുന്നില്ല. മാത്രമല്ല നമ്മുടെ അഴുക്കിനെ നന്നായിട്ട് കഴുകിക്കളയുകയും ചെയ്യും. കോമ്പിനേഷൻ സ്കിൻകാർ, ഓയിലി സ്കിൻകാർ, ആക്നെ പ്രോൺ സ്കിൻകാർക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഫേസിൽ കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ അധികമായിട്ടുണ്ടാവും ആ പ്രസന്റ് ടൈമിൽ പോലും. അത് കഴുകിക്കളയാനായിട്ട് നമുക്ക് എപ്പോഴും ജെൽ ബേസ്ഡുള്ള ഫേസ് വാഷോ അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് അഥവാ BHA അടങ്ങിയ ഫേസ് വാഷോ ആയിരിക്കും നല്ലത്. അതായത് നന്നായിട്ട് ലാദറിങ് ഉള്ളതും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഫേസ് വാഷുകൾ. സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷ് ഡ്രൈ സ്കിൻകാർ യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആവും, അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല. അല്ലാത്ത ആൾക്കാർ, ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഡ്രൈനസ് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗത്തിന്റെ സമയം ഒന്ന് കുറച്ചാൽ മതി. അതല്ലെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഫൈൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അത് വിറ്റാമിൻ സി അടങ്ങിയ ഫേസ് വാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഡ്രൈനെസ് തരത്തില്ല. കാരണം വിറ്റാമിൻ സിക്ക് വർക്ക് ചെയ്യാനുള്ള പീരീഡ് നമ്മൾ ഫേസ് വാഷുകളിൽ ഇല്ല. കാരണം ഫേസ് വാഷ് ഇട്ടു മാക്സിമം 1 മിനിറ്റ് നമ്മൾ കഴുകിക്കളയും. അതിനകത്ത് എവിടെയാണ് വിറ്റാമിൻ സിക്ക് വർക്ക് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ സെറമൈഡ്സ് നമ്മുടെ സ്കിന്നിൽ ഫേസ് വാഷ് കഴുകി കളയാനുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അഥവാ പോസ് ക്ലോഗ് ചെയ്യുന്നു എന്നല്ലാണ്ട് അബ്സോർബ് ചെയ്യാനായിട്ട് പോകുന്നേയില്ല. പോസ് ക്ലോഗ് ചെയ്താൽ മൂക്കുരു വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഫേസ് വാഷുകൾ, അതായത് ക്രീമി ടൈപ്പിലുള്ള ഫേസ് വാഷുകൾ ഓയിൽ സ്കിൻകാർ യൂസ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതല്ലാതെ ഫേസ് വാഷ് നമ്മുടെ സ്കിൻ അബ്സോർപ്ഷന് വേണ്ടിയിട്ടില്ല, സ്കിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ വരുമ്പോഴത്തേക്ക് ക്ലീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഓയിലിന്റെ സ്ട്രിപ്പ് ഔട്ട് കുറയ്ക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനപ്പുറത്തോട്ട് ടാനിങ് മാറ്റാനെന്നോ അതല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒന്നോ ഇങ്ങനത്തെ സാധനങ്ങളിലോട്ട് വീഴാത്തതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ടാനിങ് മാറ്റാനായിട്ട് ഫേസ് വാഷുകൾ ഇൻസ്റ്റന്റ് ടാനിങ് മാറ്റാൻ ഓവർ ദി ടൈം ടാനിങ് മാറ്റാനായിട്ട് ഫേസ് വാഷുകൾ സഹായിക്കും. പക്ഷെ അത് ഏജ് അടങ്ങിയ ഫേസ് വാഷുകളാണെങ്കിൽ മാത്രം, അതായത് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷ്. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി 2 നേരമൊക്കെ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവുകയും അത് കാരണം നമുക്ക് ടാനിങ് മാറുകയും ചെയ്യും. പക്ഷെ ഇത് ഒരു എന്താ പറയുക, നമുക്ക് ഡെയിലി ഉണ്ടാവുന്ന ടാനിങ് ബ്രേക്ക് ഡൗൺ മാറ്റാനൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതല്ലാണ്ട് നിങ്ങൾക്ക് പണ്ട് തൊട്ടേ ഉള്ള ടാനിങ്ങും ഹൈപ്പർ പിഗ്മെന്റേഷനും മാറ്റാനായിട്ട് ഫേസ് വാഷുകൾ വർക്ക് ചെയ്തത്. അതിന് ഏറ്റവും നല്ലത് സിറമുകളാണ്. കാരണം സിറംസിന് വർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ട്, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആക്റ്റീവ്സ് അടങ്ങിയ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും അതല്ലെങ്കിൽ ജെൽ ടൈപ്പ്, ക്രീമി ടൈപ്പ് ഇങ്ങനെ മാത്രം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ജെന്റിൽ ടൈപ്പ് ഇത് മാത്രം ശ്രദ്ധിക്കുക സ്കിൻ ടൈപ്പ് അക്കോർഡിംഗ്ലി. അതല്ലാണ്ട് വിറ്റാമിൻ സി, നയാസിനമൈഡ്സ്, സെറമൈഡ്സ് അതല്ലെങ്കിൽ നമ്മൾ കോജിക് ആസിഡ് അടങ്ങിയ കേസ് അടങ്ങിയ ഇതിന്റെ ഒന്നും ആവശ്യം നമ്മുടെ ഫേസ് വാഷിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ ഇല്ല. ഇത് ജസ്റ്റ് മാർക്കറ്റിംഗ് ഗിമിക്ക് മാത്രമാണ്. അതിനേക്കാളും നല്ലത് അതിനകത്തുള്ള ഫേസ് വാഷ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ് വാഷിൽ എന്താന്ന് വെച്ചാൽ ഫേസ് വാഷുകൾ മാക്സിമം നിങ്ങളുടെ
ഒരുപാട് പതയുള്ളത്, അതായത് ബ്രഷുകളുള്ള ഫേസ് വാഷുകൾ, പിന്നെ ഇപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരുപാട് ഫോമിംഗ് ടൈപ്പുള്ള ഫേസ് വാഷുകളും, ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻകാർക്ക് ഒരുപാട് ഫോമിംഗ് ടൈപ്പുള്ള ഫേസ് വാഷുകളും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ അവിടെ കഴിഞ്ഞ കാര്യം. അത്രയേ ഉള്ളൂ ഫേസ് വാഷിന്റെ കാര്യത്തിൽ. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം വീക്ക്ലി വൺസ് മാത്രമേ യൂസ് ചെയ്താൽ മതി. അതല്ലാണ്ട് സാലിസിലിക് ആസിഡ് സിറം ഡെയിലി യൂസ് ചെയ്ത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷും ഡെയിലി യൂസ് ചെയ്താൽ സ്കിൻ ബാരിയർ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെയർ ഡ്രയർ യൂസ് ചെയ്താൽ നമ്മുടെ ഹെയർ ഡാമേജ് ആവും. ഇത് ആക്ച്വലി ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് വെച്ചാൽ, എനിക്ക് 2 ഹെയർ ഡ്രയറുകൾ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് വേഗയുടെ ഹെയർ ഡ്രയർ ലൈക്ക് ലോങ് ബാക്കിൽ ഞാൻ വാങ്ങിച്ചത് കൊറോണയ്ക്ക് മുന്നേ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ വെഡിങ് ഒക്കെ നിശ്ചയിക്കുന്ന ആ ഒരു ടൈം 2020 ടൈമിൽ വാങ്ങിയ ഹെയർ ഡ്രയർ ആണ്. ഞാൻ ലൈക്ക് ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് അത് യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ലാസ്റ്റ് ഒരു 2 പിന്നെ ഞാൻ കുറച്ച് നാള് ലൈക്ക് ഞാൻ ഡെയിലി ഹെയർ പക്ഷെ ഒരു കുറച്ച് നാളായിട്ട് ഒരു 1 ഇയർ 6 മന്ത് ആയിട്ട് എൻ്റെ വേഗ ഹെയർ ഡ്രയർ എന്നെ നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് റീസൺ മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, നമ്മുടെ ഡ്രയർ കാലം കഴിയുന്നവരും ഇതിൽ നിന്ന് വരുന്ന എയറിന് വ്യത്യാസം വരും. അത് എൻ്റെ തരുന്ന കാറ്റില്ലേ, അത് ചൂടാവാൻ തുടങ്ങി. ചൂട് കാറ്റ് ഹെയർ ഡ്രയറിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ ഹെയർ ഡ്രയർ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള നമുക്ക് നല്ല നല്ല കുഞ്ഞു ബ്രാൻഡുകളുടെ റേറ്റ് കുറഞ്ഞ ഒരുപാട് ഹെയർ ഡ്രയേഴ്സ് ഉണ്ട്. ഡെയിലി യൂസിനാണെങ്കിൽ അങ്ങനത്തെ ഹെയർ ഡ്രയേഴ്സ് അവോയ്ഡ് ചെയ്യാനേ ഞാൻ പറയും. കാരണം അങ്ങനത്തെ ഹെയർ ഡ്രയറിൽ നിന്ന് വരുന്ന എയർ ഹോട്ട് എയർ ആണെങ്കിൽ അത് നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കും. അതല്ല, നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഹെയർ ഡ്രയർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഫിലിപ്പിൻ്റെ വേഗയുടെ തന്നെ ഹെയർ ഡ്രയർ നല്ലതാണ്. ഞാൻ ഇത്രയും ലോങ് യൂസ് ചെയ്തുകൊണ്ട് അവസാനം അതിന്റെ കാലാവധി കഴിഞ്ഞുകൊണ്ട് അതിനകത്ത് എയർ ഇതായതാണ്, ഹോട്ട് ആയതാണ്. അതല്ലെങ്കിൽ നമ്മളെ വാട്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഹെയർ ഡ്രയർ ഉണ്ട്. ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് വലിയ ഡാമേജ് തരത്തില്ല. കാരണം ഇതിനകത്ത് പല പല രീതിയിലുള്ള എന്താ പറയുന്നത് എയറുകളുണ്ട്. അപ്പൊ അത് ഹോട്ട് എയർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിന്റെ വെറ്റ്നെസ് അനുസരിച്ചിട്ട് നമുക്ക് ഹീറ്റ് അല്ലെങ്കിൽ എയറിന്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡ്രയേഴ്സ് ഉണ്ട്. അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്, ഈ 3 സ്റ്റെപ്പിലൊക്കെ ഉള്ളത്. അതല്ലാണ്ട് സിംഗിൾ സ്റ്റെപ്പിലുള്ളതും അതല്ലെങ്കിൽ കൂടുതലായിട്ടും ഹോട്ട് എയർ തരുന്നതായിട്ടുള്ള ഹെയർ ഡ്രയേഴ്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. കാരണം കൂടുതലായിട്ട് ഹോട്ട് തരുന്ന ഹെയർ ഡ്രയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹെയർ ഒരു പകുതി എത്തുമ്പോൾ അത് നന്നായിട്ട് ഒരു പകുതി ഉണങ്ങും, ഒരു 80% 50% ഉണങ്ങും. വീണ്ടും നമ്മൾ ഇതേ സെയിം ഹെയ്റ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒന്നാമത്. രണ്ടാമത്തത്, നിങ്ങൾ ഹെയർ ഡ്രയർ കുറച്ച് ഹീറ്റുള്ള ഡ്രയർ ആണ് എന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും ഹെയറിൽ എപ്പോഴും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒന്നുകിൽ ഹെയറിൽ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പിൽ അടിച്ചിട്ട് നന്നായിട്ട് ഹെയറിലൊന്ന് കോമ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഹെയർ സിറംസും കൂടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഡാമേജ് ആവാതെ നമുക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ ആ ഹെയർ ഡ്രൈ ഒരിക്കലും ഹോട്ട് എയർ അല്ല പുറത്ത് തരുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ. നോർമൽ എയർ ഇല്ലേ, അത് തരുമ്പോൾ നല്ല സ്പീഡിൽ തരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കാൻ പറ്റും. അതാണ് ബെസ്റ്റ് വേ. നമ്മൾ നോർമൽ എയർ ഡ്രൈനേക്കാളും ഹെയർ ഡ്രയറിൽ കൂടെ വരുന്ന എയർ അധികം ഹോട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ മുടി ഉണക്കുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് കുറച്ചുകൂടി സിൽക്കി സ്മൂത്ത് ആവും. അതാണ് നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് അധികം ചൂടടിക്കത്തൂല, എന്നാൽ നന്നായിട്ട് അവർ ഹെയർ സെറ്റ് ചെയ്യുന്നത് അവർക്കുള്ള ഡ്രയർ അത്രയും നന്നായിട്ടാണ്. നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ അത് ഡ്രൈ ആവുന്നത് നമ്മുടെ ഹെയർ ഡ്രയറിൽ നിന്ന് തരുന്ന ഹെയർ ഹോട്ട് ആയതുകൊണ്ടുമാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം. 1. 2, നിങ്ങൾ എന്ത് ഹീറ്റ് ടൂൾസ് ഹെയറിൽ യൂസ് ചെയ്താലും മസ്റ്റ് ആയിട്ട് എയർ ഡ്രയർ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് അല്ലാത്ത ഹെയർ ഡ്രയർ നോർമലായിട്ട് ഡ്രൈ ചെയ്യുന്നേക്കാളും ഹെയർ ഡ്രയർ ആണ് ഞാൻ നല്ലതെന്ന് പറയാൻ കാരണം, നമ്മളെ ഹെയർ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത് നനയുമ്പോഴാണ്. അപ്പൊ ആ നനഞ്ഞ മുടി നമ്മളിങ്ങനെ അഴിച്ചിട്ട് നടക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്തും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിവെക്കത്തില്ല. നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകുന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ പെട്ടെന്ന് 80% ഉണക്കിയിട്ടാണ് നമ്മൾ പിന്നെ നടക്കുന്നതെങ്കിൽ അതിന് ആ ഒരു പെട്ടെന്ന് പൊട്ടുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഹെയറിനെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൽ നമ്മൾ കെരാറ്റിൻ ആ ഒരു ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഹെയർ ഡ്രയർ ഡ്രൈ ആക്കുക എന്ന് വെച്ചാൽ ഡ്രൈ ആക്കും, ഹെയർ ഡ്രയറിൽ നിന്ന് വരുന്ന എയർ ഹോട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈ ആക്കത്തില്ല. ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസും നിങ്ങളുടെ ഹെയർ സിറംസും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ തുടക്കം തൊട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും.
വിറ്റാമിൻ സിയും നയാസിനമൈഡും കൂടി ഒരുമിച്ച് യൂസ് ചെയ്താൽ വിറ്റാമിൻ സി ഓക്സിഡൈസ് ആവുകയും അത് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ഡാർക്ക് ആകത്തും ഇല്ലേന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നിയാസിനമൈഡിന്റെ വീഡിയോസിൽ, വിറ്റാമിൻ സിയുടെ മിസ്റ്റേക്കിന്റെ വീഡിയോസിൽ, വിറ്റാമിൻ സി ജനറൽ വീഡിയോസിലൊക്കെ നമ്മൾ ഈ കാര്യം ആക്ച്വലി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ നയാസിനമൈഡിന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, നയാസിനമൈഡ് ബേസിക്കലി എല്ലാത്തിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൂടാതെ തന്നെ വിറ്റാമിൻ സിയുടെ പ്രസൻസിൽ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കൂട്ടാൻ പറ്റും, ആന്റി ഓക്സിഡന്റ് ഫങ്ഷൻസ് കൂട്ടാൻ പറ്റും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നയാസിനമൈഡ് വിറ്റാമിൻ സി ഓക്സിഡൈസിങ് തിയറി എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് നടക്കുന്നു. ഈ എക്സ്പെരിമെന്റ് ഒരു ക്ലോസ്ഡ് ലാബിൽ ഹൈ ടെമ്പറേച്ചറിൽ വിറ്റാമിൻ സിയും നയാസിനമൈഡും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ അതിൽ വിറ്റാമിൻ സി ഓക്സിഡൈസ് ആയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ലബോറട്ടറി സിറ്റുവേഷൻ ലബോറട്ടറി കണ്ടീഷനിൽ അത്രയും ഹൈ ഹീറ്റിലൊക്കെയാണ് ചെയ്തത്. നമ്മൾ ചെയ്യുന്നത് നോർമൽ കണ്ടീഷനിൽ നയാസിനമൈഡിന്റെ പ്രസൻസിൽ വിറ്റാമിൻ സി ഒരിക്കലും ഓക്സിഡൈസ് ആവാനായിട്ട് പോകില്ല. ഇൻഫാക്ട് നയാസിനമൈഡും വിറ്റാമിൻ സിയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആണ്. സോ നയാസിനമൈഡ് വിറ്റാമിൻ സി ഒരുമിച്ച് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവില്ല. ഒരു നോർമൽ സ്കിൻ ബാരിയർ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി നയാസിനമൈഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റ്നസ് കിട്ടും, ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കും, സ്കിൻ ഹൈഡ്രേഷൻ കിട്ടും, ഡബിൾ ആന്റി ഓക്സിഡന്റ് ഫംഗ്ഷൻ കിട്ടും, അതുപോലെ തന്നെ ഡബിൾ സൺ പ്രൊട്ടക്ഷനും കിട്ടും. കാരണം നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വിറ്റാമിൻ സിക്കും ഒരു കുഞ്ഞു രീതിയിൽ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമ്മുടെ സ്കിന്നെ ഒരിക്കലും ഡാമേജ് ആക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ വിറ്റാമിൻ സി ഇൻ ജനറൽ അല്ലാണ്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ, അതിൽ ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ, കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നയാസിനമൈഡും പാക്കറ്റ് തുറന്ന് യൂസ് ചെയ്യേണ്ട അത്രയും കാലം മാത്രം യൂസ് ചെയ്യുക. അതും ഓവർ ദ ടൈം യൂസ് ചെയ്യുക, ഓവർ യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓവർ യൂസ് ഇൻ ദ സെൻസ് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ പാക്കറ്റിൽ ഉണ്ടാവും, ബോട്ടിൽ ഉണ്ടാവും 6 ml 12 ml 24 ml ഒക്കെ ഉണ്ടാവും. മാക്സിമം 12 ml ആയിരിക്കും. ആ ഒരു വർഷത്തിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാണ്ട് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ വയ്ക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഡിഗ്രേഡ് ചെയ്ത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അന്നത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ആ പ്രൊഡക്റ്റ് എടുത്ത് മുഖത്തിട്ട് നമുക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വിറ്റാമിൻ സി നയാസിനമൈഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഇൻഫാക്ട് നയാസിനമൈഡ് ഒരുവിധം എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ യൂസ് ചെയ്യും. മീൻസ് കെമിക്കൽ പീലിംഗ് കഴിഞ്ഞാൽ പോലും നമുക്ക് നയാസിനമൈഡ് യൂസ് ചെയ്യാം. വിറ്റാമിൻ സി പക്ഷെ എല്ലാത്തിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വിറ്റാമിൻ സി യൂസ് ചെയ്യുന്ന സെയിം നൈറ്റ് അല്ലെങ്കിൽ സെയിം ടൈമിൽ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, HA, BHA പീലിംഗ് സൊല്യൂഷൻസ്, റെറ്റിനാൾസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ അണ്ടർ ഐയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വന്നതാണ്, അതിന്റെ വീഡിയോസ് അതിന്റെ ഷോർട്സ് ഒക്കെ ഇട്ടല്ലോ, അതിന്റെ അടിയിൽ വന്നതാണ് നമ്മൾ ഈ പഫിനെസ് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ അണ്ടർ ഐയിൽ പഫിനെസ് വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് പഫിനെസ് ഉണ്ടാവും. രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് പുറങ്ങി എണീറ്റ് ആ ഒരു കണ്ണിന്റെ അടിയിൽ വരുന്ന തടുപ്പ്. ഇത് മാറ്റാനായിട്ടാണ് നമ്മൾ കഫീൻ ബേസ്ഡ് അണ്ടർ ഐ സിറംസ് യൂസ് ചെയ്യാറ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന എപ്പോഴും ഏറ്റവും നല്ലത് മോർണിംഗ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുന്ന ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് നമ്മൾ ഉറങ്ങി എണീച്ചിട്ടുള്ള തടുപ്പിന് റീസൺ എന്ന് വെച്ചാൽ ലിംഫ് വെസൽസ്, അവിടെ വെള്ളം, ലിംഫ് നോഡ്സും ലിംഫ് വെസൽസും എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയും. ഈ സാധനത്തിൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസും ലിംഫും കൂടെ ഒഴുകുന്ന ഒരു പ്രത്യേകതരം ഇതാണ്, ബ്ലഡ് സ്ട്രീം പോലെ വേറൊരു സാധനമാണ് ഇത്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതാവും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അത് നമുക്ക് ചില സ്ഥലങ്ങളിലോട്ട് ഇതിപ്പോ അടിഞ്ഞിരിക്കാറുണ്ട്, ചടിഞ്ഞു കൂടാറുണ്ട്. നമ്മുടെ കാലിൽ ചിലപ്പോൾ നീര് വരുന്നത് ചില സമയത്ത് ഈ ഒരു ലിംഫ് അവിടെ പോയി അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ണിലും ഈ ഒരു തടിപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ഈ ഗോഷ വെച്ചിട്ട് ചില ആൾക്കാർ ഫേസ് ഫുൾ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഫേസ് ആ തടിപ്പ് മാറുന്ന ഷേപ്പ് ആവുന്ന അവർ കറക്റ്റ് ആയിട്ട് ലിംഫ് നോഡിന് ഡ്രെയിൻ ചെയ്ത് കളയുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ കഫീൻ ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ സിറംസ് എപ്പോഴും നല്ലത് മോർണിംഗിൽ യൂസ് ചെയ്യാനാണ്. കഫീൻ മാത്രമല്ല ഹൈലറോണിക് ആസിഡ്, ഇൻഫാക്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാനാണ്. വിറ്റാമിൻ സി ഒക്കെ മോർണിംഗിൽ യൂസ് ചെയ്യാം. റെറ്റിനാളും ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ ക്രീംസ് ആണ് അല്ലെങ്കിൽ സിറംസോ ആണ് യൂസ് ചെയ്തെങ്കിൽ അത് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം റെറ്റിനാളും നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല.
ഗ്ലൈക്കോളിക് ആസിഡ് 1-2% ആണ് നമ്മൾ അണ്ടർ ഐ സിറത്തിനകത്ത് വരാറുള്ളത്. സോ അതുകൊണ്ട് നമുക്കത് മോർണിംഗിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമുക്ക് Q&Aയിലോ ഷോർട്സോ ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ Q&A ഇവിടെ തീരുകയാണ്. പക്ഷെ അതിന് മുന്നേ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ 11K സബ്സ്ക്രൈബേഴ്സ് ആയി. ലാസ്റ്റ് 2 years ആയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഞാൻ ആദ്യമായിട്ട് 2 years ആയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ ഇന്നത്തെ Q&A ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ മോസ്റ്റ്ലി അതിന്റെ ഷോർട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഇതിന്റെ ലോങ് വീഡിയോ തന്നെ ഉണ്ടാവും. കാരണം ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും ഞാൻ Q&Aയിൽ അത് ഉൾപ്പെടുത്താത്തത്. എന്തായാലും ഞാൻ ഒരു ആൻസേഴ്സ് മിസ് ഔട്ട് ചെയ്യാറില്ല. സോ ഇപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്ന ഒരു ലക്ഷ്മി സാനിയ.